ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിവേകിൻ്റെ തെറ്റിദ്ധാരണയെല്ലാം മാറിയപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും വർഷയുടെ മനസ്സിൽ കയറി പറ്റണം എന്ന ആഗ്രഹത്തോടെ വിവേകാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതേസമയം രാഹുലും അഞ്ജുവും ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. ബൈക്കിൽ പോകുന്ന രാഹുലിനെയും അഞ്ജുവിനെയും വഴിയരികിൽ സാധനങ്ങൾ മേടിച്ച് നടന്നു പോകുന്ന മല്ലികയാണെങ്കിൽ കാണുന്നു. അതോടെ മല്ലികയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. തങ്ങളെല്ലാവരും അറിയാത്ത എന്തൊക്കെയോ രഹസ്യം ഈ വീട്ടിൽ പുകയുന്നുണ്ട്. ഒരു കാരണവശാലും ഇതങ്ങനെ രഹസ്യമാക്കി വെച്ചേക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് വസുന്ധര ആൻറ്റിയെ അറിയിക്കണം. ഇനിയും മേഡം പറ്റിക്കപ്പെടാൻ പാടില്ലെന്ന്. വിവേകും വർഷയാണെങ്കിൽ ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം വിവേക് പറയുന്നു, കുറേ നേരമായില്ലേ, എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിക്കാമെന്ന്. വർഷയാണെങ്കിൽ വലിയ ജാടയൊക്കെ ഇട്ട് പറയുന്നു, എനിക്കൊന്നും വേണ്ട, വിവേകിന് വിശക്കുന്നുണ്ടെങ്കിൽ പോയി മേടിച്ച് കഴിച്ചോളാം. ഓ, എൻ്റെ കൂടെ വരേണ്ടി വരുമെന്ന് വെച്ചിട്ടല്ലേ? വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിവേക് പോകുന്ന സമയത്ത് ജാട ഇച്ചിരി കൂടിപ്പോയോ? വിവേകിന് ഫീൽ ചെയ്ത് കാണോ? ഒന്നുമില്ലെങ്കിൽ എന്നോടൊപ്പം വയനാട് വരെ വരാമെന്നും പറഞ്ഞ് കൂടെ വന്ന് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ എന്ന് വർഷയുടെ മനസ്സിലാണെങ്കിൽ തോന്നിക്കുന്നു. പക്ഷെ പുറമെ വിവേകിനോട് ഒട്ടും സോഫ്റ്റായിട്ട് സംസാരിക്കുന്നില്ല. വസുന്ധരയാണെങ്കിൽ വർഷയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എവിടെ ആയി? ആക്ട് എവിടെ ആയെന്ന് പറയാൻ എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുവാണെന്നും ഫുഡ് കഴിക്കാനായിട്ട് അഞ്ജുവും വിവേകും അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മോൾ എന്താ കഴിക്കുന്നില്ലേ, മോൾക്ക് കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അവർ മേടിച്ചുകൊണ്ട് തരും. ഞാൻ എന്തായാലും കാറിലിരിക്കുവാണെന്ന് വിചാരിച്ചു. അതെന്താ മോൾ കാറിൽ ഇരിക്കുന്നത്, അവരോടൊപ്പം പോയി കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓ, ഇപ്പം മനസ്സിലായി, കൈ വയ്യല്ലേ, സാരമില്ല, എനിക്ക് അഞ്ജു മോളോടൊന്ന് സംസാരിക്കണമായിരുന്നെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട് അഞ്ജു അകത്തേക്ക് പോയി വരുമ്പോൾ ഞാൻ പറയാമെന്ന്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മല്ലികയാണെങ്കിൽ സാധനം മേടിക്കാൻ പോയിട്ട് ഒരുപാട് ലേറ്റായി വരുന്നില്ല. അത് കാരണം ഇടിയപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വസുന്ധര ഉണ്ടാക്കുന്ന സമയത്ത് അഭിരാമി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി? മല്ലിക ഇന്നലെ എന്നോട് ചോദിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം വേണമെന്ന്. ഞാൻ ആ ഒരു ആവേശത്തിന് വേണമെന്ന് പറയുകയും ചെയ്തു. വല്ല ഇഡലിയോ ദോശയും കാണാമായിരുന്നെങ്കിൽ ഇത്ര പാടുണ്ടോ? ഇതെന്നെയും കൊണ്ട് തിരിക്കാനൊന്നും പറ്റുന്നില്ല. അവളാണെങ്കിൽ ഒരു മടിച്ചിയാ, ഇനി എപ്പോഴും വന്നിട്ട് കഴിക്കാനാ എന്നും പറഞ്ഞ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോയതാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അഭിരാമി ഹെൽപ്പ് ചെയ്യുന്നു. അന്നേരം മല്ലികയാണെങ്കിൽ ആ കണ്ട കാഴ്ച പറയാൻ ഓടി വരുമ്പോൾ നീ വലിയ കാര്യമൊന്നും പറയണ്ട, ഇന്നത്തെ നിൻ്റെ ശമ്പളം ഇല്ല, അഭിരാമി മോക്ക് കൊടുക്കുക, അവളാ എന്നെ അടുക്കള ജോലിക്ക് സഹായിച്ചെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, നമ്മുടെ അഞ്ജുമോളില്ലേ, അഞ്ജുമോളും വേറൊരു ചെറുക്കനും ബൈക്കിലിരുന്ന് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട്, സാരിയും മുല്ലപ്പൂവൊക്കെ ചൂടി അവൾ പോകുന്നത് കണ്ടെന്ന് പറയുമ്പം വസുന്ധരയ്ക്കും അഭിരാമിക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവ, ഇന്നലെ തന്നെ കള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് ഒരു പൂച്ചയെ പോലും കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അഭിരാമിയാണെങ്കിൽ വിഷയം മാറ്റുമ്പം മല്ലികയാണെങ്കിൽ ഒട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ മല്ലികയുടെ ഒറ്റ ചോദ്യത്തിൽ വസുന്ധരയ്ക്കും സംശയം തോന്നുന്നു. മുമ്പ് ചന്ദ്രദാസ് വന്ന് മേഡത്തെ പറ്റിച്ചില്ലേ, അതുപോലെ ഈ വീട്ടിലെ മറ്റാരും ഇനി മേഡത്തെ പറ്റിക്കാൻ പാടില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാര്യമാണെന്നൊക്കെ പറയുമ്പം വസുന്ധര സംശയത്തോടെ വർഷയെ വിളിക്കുന്ന സമയം വർഷയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഡോറ് തുറന്ന് നോക്കുമ്പോൾ വീണ്ടും വസുന്ധര വിളിക്കുന്നുണ്ട്. വസുന്ധര ആൻറ്റിയെ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അഞ്ജുവിനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അഞ്ജു എൻ്റെ കൂടെ ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നോ? മല്ലിക ആൻറ്റി ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ, അഞ്ജു സാരിയൊക്കെ ഉടുത്ത് മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിൽ പോകുന്നത് കണ്ടെന്ന്. എൻ്റെ മോൻ ഉൾപ്പെടെ നിങ്ങൾ 3 പേരും എന്നെ ചതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടില്ലെന്നല്ലേ പറഞ്ഞോളൂ. വിവേകേട്ടനും അഞ്ജു അകത്തിരുന്ന് ഫുഡ് കഴിക്കുക, വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതിനുശേഷം വിവേകിനെ വസുന്ധര വിളിക്കുമ്പോഴത്തേക്കും വർഷയാണെങ്കിൽ ഓടിച്ചെന്ന് കോൾ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കേട്ട് വിവേക് പറയുന്നു, മല്ലിക നമുക്കിട്ട് നല്ലൊരു പാരയാണ് വച്ചേക്കുന്നത്, ഇനി അമ്മ ഉടുമ്പ് പിടിക്കുന്നത് പോലെ എല്ലാം ചെകഞ്ഞറിയാൻ ശ്രമിക്കും, നമ്മളിനി എന്ത് ചെയ്യും, എന്നെ ഒന്ന് സഹായിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പം സഹായിക്കാം, പക്ഷേ എനിക്കൊരു കാര്യം തരണമെന്ന് പറയുന്നു. എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഊണ് മേടിച്ച് തരാൻ പറയുന്നു. നിങ്ങൾ ഊണല്ല ചോദിക്കാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം, അല്ല പിന്നെ എന്ത് കാര്യമാണെന്ന് വിവേക് ചോദിക്കുമ്പം വർഷ പറയുന്നില്ല. എന്തായാലും ഊണ് മേടിച്ച് തരാൻ, ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പം കോൺഫറൻസ് കോളിലിട്ട് അഞ്ജുവിനെയും കൊണ്ട് വസുന്ധര ആൻറ്റിയോട് സംസാരിപ്പിക്കുന്നുണ്ട്. അതോടെ വസുന്ധര ആൻറ്റിയുടെ സംശയമൊക്കെ മാറി മല്ലികയ്ക്കിട്ട് നല്ല കണക്കിന് കൊടുക്കുന്നു. ഇനി മേലാ ഞാൻ ആൻറ്റിയോട് കള്ളം പറയില്ലെന്ന് തീരുമാനിച്ചതാ, നിങ്ങൾ രണ്ടാളും കൂടി വീണ്ടും എന്നെ കൊണ്ട് കള്ളം പറയിപ്പിക്കേണ്ടി വന്നു എന്ന് അഞ്ജുവിനോട് പരിഭവം പോലെ വർഷ പറയുമ്പം സോറി പറയുന്നുണ്ട് അഞ്ജു. എൻ്റെ പെങ്ങളെ നന്നായിട്ട് നോക്കിക്കോണേന്ന് രാഹുൽ പറയുന്നത് കേട്ടിട്ട് വിവേക് പറയുന്നു, നന്നായിട്ട് നോക്കിക്കോളാം, എന്തായാലും ഒരു വട്ടവും കൂടി കൺഗ്രാജുലേഷൻ പറയുന്നെന്ന് പറയുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് 2 കൂട്ടരും സന്തോഷത്തോടെ യാത്ര പുറപ്പെടുന്നു. വർഷയ്ക്കാണെങ്കിൽ വിവേകിനോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും മാറിയെന്ന് മാത്രമല്ല ഒരല്പം ഫ്രണ്ട്ഷിപ്പൊക്കെ തുടങ്ങി. ഇനി വയനാട് യാത്രയും കൂടി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും.
ശിവനന്ദിയാണെങ്കിൽ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് മല്ലിക നേരെ പോയി നടന്ന കാര്യങ്ങളെല്ലാം ശിവനന്ദിയോട് പറയുന്നു. അഞ്ജു മറ്റൊരു ചെറുപ്പക്കാരനും കൂടി ബൈക്കിലിരുന്ന് പോകുന്നത് താൻ നേരിട്ട് കണ്ടു എന്ന് പറയുമ്പം ശിവനന്ദ പറയുന്നു, അതെങ്ങനെ ശരിയാകാനാ, അവർ വയനാട്ടിൽ പോയിരിക്കുമല്ലേ. അല്ല, നിങ്ങളെ എല്ലാവരെയും അവർ ചതിക്കുവാണെന്ന് പറയുമ്പം ശിവനന്ദയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. അപ്പോൾ അഭിരാമി വന്ന് അത് കൊളാക്കി കൊടുക്കുന്നുണ്ട്. ഈ മല്ലിക ആൻറ്റി ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയതേ ഉള്ളൂ. വസുന്ധര മേഡം വിവേകിനെ വിളിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലാക്കുന്നത്. വർഷയും അഞ്ജും വിവേകേട്ടനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഡേ ആൻറ്റി, ഞങ്ങളെല്ലാവരും കൂടി തമ്മിലടിപ്പിക്കാനാണോ ആൻറ്റിയുടെ ഉദ്ദേശമെന്ന് ശിവനന്ദ ചോദിക്കുമ്പം ഒട്ടുമല്ല, ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതാ. ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും വർഷ തന്നെ അഞ്ജുവിൻ്റെ സൗണ്ടി ആൻറ്റിയോട് സംസാരിച്ചതാകാമെന്നാണ് എനിക്ക് തോന്നിയെന്ന് മല്ലിക പറയുമ്പോൾ ശിവനന്ദയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. ഇനി അങ്ങനെ ആയിരിക്കുമോ എന്ന് അബിയോട് ചോദിക്കുമ്പം ചുമ്മാ അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് അബി പറയുന്നെങ്കിലും ശിവനന്ദയ്ക്ക് വിശ്വാസം വരുന്നില്ല. ചുമ്മാ മല്ലിക ആൻറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് തലയിൽ വെക്കാതെ നിൻ്റെ കാര്യം പോയി നോക്ക്, ഇപ്പോൾ ഓഫീസിലേക്ക് പോകേണ്ട അർജൻറ്റ് കാര്യമില്ലേ എന്നൊക്കെ അബി പറയുമ്പം ശിവനന്ദയുടെ മനസ്സിൽ വീണ്ടും വിവേകും വർഷയും അഞ്ജും കൂടി ചേർന്ന് തങ്ങളെ ചതിക്കുവാണോ എന്നൊരു തോന്നലാണുള്ളത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.